എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് രാജി അല്ലെങ്കിൽ പുറത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാട് കടുപ്പിച്ച് സതീശൻ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. സതീശൻ മാത്രമല്ല, ഇന്ന് കാലത്ത് മുതൽ രമേശ് ചെന്നിത്തല, VM സുധീരൻ തുടങ്ങി വനിതാ നേതാക്കളാണെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഷമാ മുഹമ്മദ് ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കന്മാര്, സീനിയറായ നേതാക്കന്മാര് മുഴുവൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, രാജിവെച്ചൊഴിയണം. അതേസമയം രാഹുൽ മാങ്കൂട്ടമാവട്ടെ പ്രതിരോധിക്കുകയാണ്. ഇന്ന് ചാനലുകളിൽ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടം അതിന്റെ ഒരു വിശദീകരണമായി എത്തിയിരുന്നു. പിന്നീട് രണ്ടാമതൊരു പത്രസമ്മേളനം നമുക്കറിയാലോ, അത് നേതൃത്വം ഇടപെട്ട് തടഞ്ഞു. പക്ഷേ ഇന്നിതാ രാഹുൽ മാങ്കൂട്ടം വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു. പത്രക്കാരോട് ഏതാനും കുറഞ്ഞ വാക്കുകളാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. പക്ഷേ ഏറ്റവും പ്രസക്തമായ കാര്യമാണ് പറഞ്ഞിട്ടോ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന സിനിമാ നടി എന്ന് പറയപ്പെടുന്ന, പത്രപ്രവർത്തക എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ ആയിരുന്നല്ലോ ആദ്യം തന്നെ ഒരു ആരോപണം ഉന്നയിച്ചത്. പക്ഷെ അവർ ഇതുവരെ രാഹുൽ മാങ്കൂട്ടം എന്ന് പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. രാഹുൽ മാങ്കൂട്ടം എന്ന് പേര് പറയാതെ ചില സൂചനകൾ നൽകിക്കൊണ്ട് അവര് ഒരു പരാതി ഉന്നയിച്ചിരുന്നു മാധ്യമങ്ങളിലൂടെയൊക്കെ. അതിലെന്താണ് രാഹുൽ ചെയ്ത കുറ്റം എന്നൊന്നും നമുക്ക് എത്ര നോക്കിയിട്ട് അത് മനസ്സിലാകുന്നില്ല. കാരണം കുറ്റം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഈ ഒരു അശ്ലീലം എന്നൊന്നല്ല അതിന് പറയാ. നമ്മൾ സാധാരണ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, നമ്മൾ സാധാരണ ഒരു ഫ്ലർട്ട് ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ഈ പഞ്ചാരടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് ഇഷ്ടമില്ലാത്ത പെൺകുട്ടികള് അപ്പം തന്നെ അത് ബ്ലോക്ക് ചെയ്താൽ മതി, സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇത് ഇവര് വർഷങ്ങളോളം പഞ്ചാരയടി അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ചാര അടിച്ചും പഞ്ചാര വാങ്ങിയും പഞ്ചാര തിന്നും പഞ്ചാര നുടഞ്ഞും ഒക്കെ കഴിഞ്ഞിട്ട് കുറെ കൊല്ലത്തിന് ശേഷം പറയാണ്, ഓ ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറയുന്നൊരു രീതിയാണുള്ളത്. ഇനി അതിനുശേഷം അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞില്ല. പിന്നീട് പേര് പറഞ്ഞത് ഒരു പ്രവാസി എഴുത്തുകാരി, ഹണി ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു പ്രവാസി എഴുത്തുകാരി. അവരാണ് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച്, രാഹുൽ മാങ്കൂട്ടമാണ് ഇത് എന്നുള്ള ഒരു സൂചന നൽകിയ പേര് തന്നെ വെളിപ്പെടുത്തിയത്. പക്ഷെ അവരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചില്ല. അവർക്ക് ആരൊക്കെയോ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അയാൾ ശരിയല്ല, അയാൾ അശ്ലീല സംഭാഷണങ്ങൾ നടത്തുന്നു, ചാറ്റ് നടത്തുന്നു എന്നൊക്കെ അവരും പറഞ്ഞു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലാണ് ഈ ഏതോ ഒരു സ്ത്രീയുടെ ഒരു ശബ്ദം ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താൻ ഗർഭിണിയായി അതില് എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തമ്മിലുള്ള ഒരു സംഭാഷണം ഇന്ന് ഇറങ്ങിയ പത്രത്തിലും ഇന്നലെ ഇറങ്ങിയ പത്രത്തിലൊക്കെ ഈ ഒരു ഇവരുടെ ഈ കോൺവെർസേഷൻ, അതായത് ഇവര് തമ്മിലുള്ള സംഭാഷണം രാഹുൽ മാങ്കൂട്ടം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ശബ്ദം, ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ ശബ്ദവും, ഈ ഒരു ശബ്ദം വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്താ പറയുന്നത്, ആ സ്ത്രീയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നോ. രാഹുൽ മാങ്കൂട്ടം അങ്ങനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതല്ല. ആ സംഭാഷണത്തിനിടയിൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, സ്ത്രീ ചോദിക്കുകയാണ്, എന്നാ പിന്നെ നിങ്ങൾ എന്നെയാണ് കൊല്ലുവോ, ആ രീതിയിലായിട്ടാണ് ചോദിക്കുന്നത്. അപ്പം പറഞ്ഞാൽ എന്നാ അതായിരുന്നു നല്ലത്, ആ രീതിയിലാണ് ചോദിക്കുന്നത്. അല്ല ആദ്യം തന്നെ നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ് അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്നുള്ള ഭീഷണിയൊന്നും ആയിരുന്നില്ല. അത് ആ സംഭാഷണം മുഴുവൻ കേട്ടാലറിയാം. അപ്പൊ അതിലേക്കല്ല ഞാൻ കിടക്കുന്നത്. അപ്പോ ഈ ഇന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലുകളൊക്കെ അർമാദിക്കുകയാണ് കേട്ടോ. റിപ്പോർട്ടർ ചാനല്, ഏഷ്യാനെറ്റ്, ഞാൻ പ്രധാനമായിട്ട് ഏഷ്യാനെറ്റും റിപ്പോർട്ടറൊക്കെയാണ് കഴിഞ്ഞ 2 ദിവസമായി കണ്ടത്, അതുകൊണ്ടാണ് പറയുന്നത്. മറ്റ് ചാനലുകളൊക്കെ ഇടക്കിടക്ക് നോക്കിയുള്ള എല്ലാവരും ഇതാ രാജി വെക്കാൻ പോവാണ്, രാജി വെച്ചില്ല, ഇപ്പം വെക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്ന് മുഴുവനും ഈ ചാനലുകാര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തത്, ഈ ഒരു പ്രതിരോധം ഉയർത്തിയത്. എന്ന് പറഞ്ഞാൽ തനിക്കെതിരെ തന്റെ പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ച, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിനി ആൻ ജോർജ് പേര് പറഞ്ഞില്ല, ഹണി ഭാസ്കരൻ പേര് പറഞ്ഞു. പക്ഷെ പ്രത്യേകിച്ച് ഹണി ഭാസ്കരന്റെ പരാതികളൊന്നുമില്ല, വേറെ കുറെ ആൾക്കാർ പരാതിപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ഈ മരമുറി ചാനല് പുറത്തുവിട്ട ഈ ശബ്ദശകലങ്ങൾ, എന്താ പറയാ, ഗർഭധാരണം, ഗർഭം അലസിപ്പിക്കൽ, അത്തരത്തിൽപ്പെട്ട കുറച്ച് സംഭാഷണങ്ങൾ ഇത്രയുമാണ് പുറത്തു വന്നത്. അതിന്റെ ഇടയിലാണ് ഒരു ട്രാൻസ്ജെൻഡർ അവന്തിക എന്നു പേരുള്ള ഒരു ട്രാൻസ് വുമൺ തന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് രാഹുൽ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ആ ട്രാൻസ്ജെൻഡറും ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രക്കാർക്ക് മുമ്പിൽ ഒരു വോയിസ് ക്ലിപ്പ് രാഹുൽ മാങ്കൂട്ടം തന്റെ മൊബൈൽ ഫോൺ എടുത്ത് കാണിച്ചിട്ട് അതില് ഒരു ചാറ്റ്
ഒരു ചാറ്റും ഇതിലേക്ക് വന്ന ഫോൺ കോളുകളൊക്കെ പത്രക്കാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ആഗസ്റ്റ് മാസം 1-ാം തീയതി രാത്രി 8 മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിലേക്ക് ഈ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് വുമൺ വിളിക്കുകയാണ്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം അവരെ തിരിച്ചു വിളിച്ചപ്പോൾ എന്താണ് കാര്യമെന്ന് മെസ്സേജ് ഇട്ടു. അപ്പം ഇവര് രണ്ടാമത് വിളിച്ചപ്പം ഇവർ പറയാണ്, എന്നോട് ഒരു പത്ര റിപ്പോർട്ടർ, ഞാൻ കേട്ടത് ന്യൂസ് 18 ആണെന്ന് തോന്നുന്നു, ന്യൂസ് 18 പത്ര റിപ്പോർട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രലേഖകൻ എന്നെ വിളിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താണ് നിങ്ങളുടെ പരാതി, രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ എന്താണ് ചെയ്തത് തുടങ്ങി കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് ഈ പെൺകുട്ടി, അതായത് അവന്തിക, രാഹുൽ മാങ്കൂട്ടത്തോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് പരാതി ഉണ്ടോ, നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പരാതി ഉണ്ടോ എന്നൊക്കെ എന്നോട് റിപ്പോർട്ടർ ചോദിച്ചു. ഞാൻ എന്നിട്ട് അയാളോട് ചോദിച്ചു, എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ പറയല്ലേ ചെയ്യുക, എനിക്ക് അങ്ങനെ ഇപ്പം പരാതിയൊന്നും ഇല്ല എന്ന് ഈ പെൺകുട്ടി പറയാണ് രാഹുൽ മാങ്കൂട്ടത്തോട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, ആഗസ്റ്റ് 1-ാം തീയതി ഇതാ ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് ഈ പെൺകുട്ടി, അതായത് അവന്തിക രാഹുൽ മാങ്കൂട്ടവുമായി നിരന്തരം ചാറ്റ് ചെയ്യുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവര് ട്രാൻസ്ജെൻഡറുമായി ഒരു നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതല്ലേ. ഇവരിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിന്റെ ഇടക്ക് ഈ ആഗസ്റ്റ് 1-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തോട് ഈ പെൺകുട്ടി വിളിച്ച് പറയാണ്, രാഹുൽ മാങ്കൂട്ടത്തോട് നിങ്ങൾക്കെതിരെ എനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നൊക്കെ പത്രക്കാരൻ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പൊ നോക്കിയാട്ടെ, കുത്തിത്തിരിപ്പ് നോക്കിയട്ടെ. അതായത് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പരാതികൾ ഇങ്ങനെ അണിയറയിൽ ഇങ്ങനെ വന്നിരുന്നു. ഇതിനൊക്കെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ പരാതിപ്പെടുക എന്ന് പറഞ്ഞാൽ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരാണ്. ഇത് CPM-കാരോ അല്ലെങ്കിൽ BJP-കാരോ ഒന്നും അല്ല. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിലുള്ള പ്രശ്നം തന്നെയാണ്. കോൺഗ്രസിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം തന്നെ രാഹുൽ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനുള്ളിലുള്ള ആൾക്കാരാണ്. കോൺഗ്രസിനുള്ളിൽ പുറത്തുള്ള ആൾക്കാർക്ക് അത്രമാത്രം ഇവർ പറയുന്നതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസിനുള്ളിൽ ഉള്ള ആൾക്കാർ പറയുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ഈ പത്രക്കാരോട് പറയുന്നത്, ഈ അവന്തിക ഈ ആഗസ്റ്റ് മാസം 1-ാം തീയതി വളരെ കൃത്യമായി എന്നെ വിളിച്ചിട്ട് എനിക്കെതിരെ ഒരു പരാതിയും ഇല്ല, അങ്ങനെ പരാതി ഉണ്ടോ എന്ന് പത്രക്കാരൻ ചോദിക്കുന്നു. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു പരാതി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു എന്ന രീതിയിൽ രാഹുൽ ഒരു വോയിസ് ക്ലിപ്പുകളും അദ്ദേഹത്തിന്റെ ഈ ചാറ്റുകളും ഒക്കെ പത്രക്കാർക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം, ഇത് രാഹുൽ വളരെ കൃത്യമായി ഇത് പ്രതിരോധിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിലൂടെ രാഹുൽ വ്യക്തമാക്കുന്നത് താൻ അങ്ങനെ രാജിക്ക് സന്നദ്ധനല്ല. ഇനി ഒരു പക്ഷേ രാഹുലിനെ പിടിച്ച് പുറത്താക്കേണ്ടി വരും. അത് ഇപ്പൊ AICC ഏറ്റവും അവസാനം പറഞ്ഞത് ഇത് സംസ്ഥാന ഘടകത്തിന് കൊടുത്തിരിക്കുകയാണ്. അതായത് രാഹുലിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ, KPCC തീരുമാനിക്കട്ടെ എന്നാണ് AICC പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനമാണ് KC വേണുഗോപാൽ പത്രക്കാരോട് പറഞ്ഞത്, എത്രയും വൈകാതെ തന്നെ നടപടി ഉണ്ടാകും. പക്ഷെ അതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് കേൾക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ രാഹുലിന്റെ കൂടെ ഇന്നലെ തന്നെ, കഴിഞ്ഞ ദിവസം തന്നെ ഷാഫി പറമ്പിൽ വളരെ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. രാഹുലിന്റെ കൂടെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ രാഹുലിനെതിരെ ഇങ്ങനെ കുറെ ആരോപണങ്ങൾ നമുക്ക് മനസ്സിലാക്കണം, ഇതുവരെ ഒരു പോലീസ് കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല, ഒരു FIR പോലും ഇട്ടിട്ടില്ല. ഇതൊക്കെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ ചവിട്ട് നാടകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് മണ്ടന്മാരായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. നേരെ മറിച്ച് ഇത് CPM-ലെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഇത് CPM-ലെ ഒരു യുവ നേതാവിനെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായതെന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ കേട്ടാണല്ലോ ആർഷോവിന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി പറയുന്നത്, എന്റെ വയറ്റത്ത് ചവിട്ടി എന്നെ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല, ഏറ്റവും മോശമായ രീതിയിൽ എന്നെ ലൈംഗികമായി ആക്രമിച്ചു എന്ന് ആർഷോവിനെതിരെ ഒരു പെൺകുട്ടി പറയുന്നൊക്കെ അതിന്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ അതും പരാതിയായിട്ട് പോലീസിലും എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ പരാതി പോലീസില് അല്ലെങ്കിൽ കോടതിക്ക് മുമ്പിലോ, അതായത് നമ്മുടെ നിയമ സംവിധാനത്തിന് മുമ്പിൽ ഒരു പരാതിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ എഴുന്നള്ളിക്കുന്ന കാര്യം മുഴുവനും ചില പെൺകുട്ടികൾ അതിനെ രാഹുൽ കയറി റേപ്പ് ചെയ്തെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി റേപ്പ് ചെയ്തു, എന്നെ ബലാത്കാരമായി കീഴ്പ്പെടുത്തി വേടൻ ചെയ്ത പോലുള്ള ഒന്നും അല്ല ഈ പെൺകുട്ടികൾ പറയുന്നത്. അതായത് ചാറ്റ് ചെയ്യുന്നതിനിടെ ഞാൻ ചോദിക്കട്ടെ, ഈ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് രാഹുൽ മാങ്കൂട്ടം ചാറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ദിവസം അല്ലത് പറയുന്നത്. ഇവര് നിരന്തരം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ, നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, നിരന്തരം ഇത്തരത്തിലുള്ള പഞ്ചാരയടി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവസാനം ഏതോ ഒരു ഘട്ടത്തിലാണ് അതിനുള്ള സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല. പുറത്തു നിന്നുള്ള എന്തെങ്കിലും പ്രേരണ കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഢോദ്ദേശമാണോ ഒന്നും നമുക്കറിയില്ല. ഒരു ഘട്ടത്തിലാണ് പറയുന്നത് രാഹുൽ ശരിയല്ല. അപ്പൊ കുറെ കാലം രാഹുൽ ശരിയായിരുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതിന്റെ അടുക്ക് എന്തെങ്കിലും ദുരുദ്ദേശമായ ഒരു നീക്കം രാഹുലിന്റെ ഭാഗത്തു, ഞാൻ ദുരുദ്ദേശം എന്ന് പറയുന്നത്
ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമീപനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരെന്താ സാധാരണ രീതിയിൽ സ്വാഭാവികമായി ചെയ്യേണ്ടത്, ആ കോൺവെർസേഷൻ അപ്പം നിർത്തും, അല്ലെങ്കിൽ ആ റിലേഷൻ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. നമ്മുടെ ഈ ഫോണിലൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അതാണ് ബ്ലോക്ക് ചെയ്ത പോലെ. ഈ കഴിഞ്ഞ ഈ കുറച്ചു മുമ്പ് അവന്തിക ഈ ട്രാൻസ്ജെൻഡർ പറയുന്നുണ്ട്, അതിന് ശേഷം രാഹുൽ ഇവരുടെ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടതിന് ശേഷം അവന്തികയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അവന്തിക പറഞ്ഞു, ആഗസ്റ്റ് 1 ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആഗസ്റ്റ് 1 ഞാൻ പറഞ്ഞിട്ടുണ്ട് രാഹുൽ നല്ല മനുഷ്യനാണ്, രാഹുലിനെതിരെ എനിക്ക് ഒരു പരാതിയൊന്നും ഇല്ല എന്ന് ആഗസ്റ്റ് 1 പറഞ്ഞിട്ടുണ്ട്. അതിന് കുറെ കാലം മുമ്പ് തന്നെ ഇവർ തമ്മിലുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ആഗസ്റ്റ് 1 എനിക്കൊരു കംപ്ലൈന്റ് ഇല്ലായിരുന്നു, പക്ഷെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത് കംപ്ലൈന്റ് വന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഇതില് വലിയ കഴമ്പൊന്നുമില്ല, ഒരു കഴമ്പുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സി പി എമ്മിലെ ഒരു യുവ നേതാവിനെതിരെയാണ് ഇങ്ങനെ ഒരു പരാതിയെങ്കിൽ CPM എന്ന് പറഞ്ഞ പാർട്ടി ഒന്നടങ്കം ഗോവിന്ദ മാഷ് പറയും അസംബന്ധാണെന്ന് അറിയും, ഗോവിന്ദ മാഷ് പറയും അസംബന്ധാണെന്ന് പറയും, പിണറായി പറയും കണക്ക് പുറത്തു എന്ന് പറയും, ശ്രീമതി ടീച്ചറും ഏകബാലും പറയും അതിൽ വലിയ തീവ്രതയൊന്നും ഇല്ല എന്ന് പറയും. തീർന്നു, അത്രയേ ഉള്ളൂ, തീർന്നു. ഒരു പത്രക്കാരും പിന്നെ തളച്ചു മറിയേണ്ട കാര്യമൊന്നുമില്ല, അവിടെ അത്രയേ ഉള്ളൂ. പക്ഷെ ഈ കോൺഗ്രസ്സുകാര് മണ്ടന്മാര് മണ്ടന്മാരായതുകൊണ്ടല്ല, കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്രയും പെട്ടെന്ന് ഈ വളരെ അതിശക്തമായ രീതിയിൽ വളരെ താഴെ തട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഗോഡ് ഫാദറിന്റെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ പിന്നീട് ഉണ്ടായി എന്നുള്ളത് വേറെ കാര്യം. ആ രീതിയിൽ വളർന്നു വന്ന ഒരു നേതാവിനെ ഇല്ലാതാക്കണം, ഇല്ലായ്മ ചെയ്യണം. വി ഡി സതീശൻ മുതലുള്ള ഒരുപാട് ആൾക്കാർക്ക് പണ്ട് വി ഡി സതീശനൊക്കെയാണ് ഇവരെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഇതില് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെക്കാൾ മുകളിലേക്ക് മറ്റൊരു വ്യക്തി വളർന്നു വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പെരുന്തച്ഛൻ കോംപ്ലക്സ് ആണത്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തെ വകവരുത്തുക എന്നുള്ളത് കോൺഗ്രസിന് ഉള്ളിലെ തന്നെയുള്ള ഒരു ഗൂഢ പദ്ധതിയാണ്. ഇതാണ് ആദ്യഘട്ടത്തിൽ രാഹുൽ എന്ത് ചെയ്തത്, രാഹുൽ ഇത് പ്രതിരോധിച്ചിരിക്കുന്നത്. ഇനി നമുക്കിപ്പോ നാളത്തേക്ക് എന്ത് സംഭവിക്കുന്നതല്ല, ഒരു പക്ഷേ രാഹുലിനെ കൊണ്ട് രാജി വെപ്പിച്ചേക്കാം. അല്ലെങ്കിൽ മറ്റൊന്ന്, ഇവരുടെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഈ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ പ്രചരണം നടത്താൻ പറ്റാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ അവിടെ വേറെ ആരെങ്കിലും ആ സീറ്റിൽ ജയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നത്, അങ്ങനെ ഒരു പേടിയുടെ കാര്യമൊന്നുമില്ല. കാരണം ഇനി ഒരു 9 മാസമേ ഉള്ളൂ നിയമസഭാ ഇലക്ഷന്. സാധാരണ രീതിയിൽ ഒരു വർഷത്തിൽ കൂടുതൽ ഒരു ഗ്യാപ്പ് വന്നെങ്കിൽ മാത്രമേ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് പ്രസക്തിയുള്ളൂ. അപ്പൊ ഇനി രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചാൽ തന്നെ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരില്ല. ഇനിയിപ്പോ കോൺഗ്രസ്സുകാരിപ്പോ ഒരു ആദർശ വി ഡി സതീശനൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയാണ്, ഞങ്ങള് CPM എന്ത് ചെയ്ത് BJP എന്ത് ചെയ്തെന്ന് ഞങ്ങൾ നോക്കില്ല, ഞങ്ങൾ എന്ന് പറഞ്ഞ ആദർശത്തിന്റെ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോഴത്തേക്ക് തന്നെ നേരത്തെ തന്നെ ഞങ്ങൾ ഈ എന്താ പറയാ സംഘടനാ നടപടി എടുത്തല്ലോ, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയല്ലോ, ഇനി ഞങ്ങളിതാ MLA സ്ഥാനത്ത് നിന്നും കൂടി ഞങ്ങളിതാ മാറ്റും എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത്. എന്റെ വി ഡി സതീശ MLA സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് വിചാരിച്ചോ CPM വെറുതെ ഇരിക്കോ? അടുത്ത ഇലക്ഷൻ നിങ്ങൾക്ക് ഇനി ഒരു രക്ഷയില്ല. കേരളത്തില് UDF കോൺഗ്രസിന് ഒരു രക്ഷയില്ല. നിങ്ങളിത് അടപ്പടലം പൊട്ടും. അടുത്ത് നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും അത് കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിലും കോൺഗ്രസിന് പല സ്ഥലത്ത് കെട്ടിവെച്ച കാശ് പോലും ഉണ്ടാവില്ല. CPMകാർക്ക് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വളരെ കൃത്യമായി CPMകാർക്ക് അറിയാം. നിങ്ങൾ ഇനി ഈ MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജി വെപ്പിച്ചാലും വെപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കുറെ കൂടി ശക്തമായി പറയാം. കാരണം അത്രമാത്രം നാണം കെട്ടിട്ടാണ് രാജിവെച്ചത്, അത്രമാത്രം തെളിവുകളാണ് ഉണ്ടായിരുന്നത്, പിടിച്ചു നിൽക്കാൻ പറ്റാതെയാണ് രാജിവെച്ചത് എന്നൊക്കെ പറയാണ്ട് ഇവർ ആഞ്ഞടിക്കുകയാണ് ചെയ്യുക. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി ഈ ആരോപണം മുഴുവനും തെറ്റാണ്, ഞാൻ ഇതിനെതിരെ നിയമ നടപടിക്ക് പോവുകയാണെന്ന് നല്ല ഉറച്ച ശബ്ദത്തിൽ പറയുകയാണെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവില്ലായിരുന്നു, ഒരു തരത്തിലുള്ള ഒച്ചപ്പാട് ഉണ്ടാകുമായിരുന്നില്ല, ബഹളം ഉണ്ടാകുമായിരുന്നില്ല. ഈ ചാനലുകാരുടെ ഒക്കെ ഈ പറയുന്ന ഇവരുടെ ഈ ഒരു വെട്ടുകിളി സ്റ്റൈലുള്ള ഇവരുടെ ആക്രമണം ഉണ്ടല്ലോ, ഈ മരമുറി ചാനൽ, റിപ്പോർട്ടർ ചാനൽ, ഏഷ്യാനെറ്റ് ചാനൽ, മിക്കവാറും മലയാളത്തിലെ ചാനലുകൾ മുഴുവൻ ഇത് ഈ ഒരു പണ്ടത്തെ ഈ മുത്തുച്ചിപ്പി മാഗസീനൊക്കെ പോലെ അതിനോട് സാദൃശ്യമുള്ള തരത്തിലുള്ള ഈ ഇക്കിളി കഥകൾ, അതായത് ഈ ഇക്കിളി സംഭാഷണങ്ങൾ ആൾക്കാരെ എങ്ങനെ ഹരം പിടിപ്പിക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഉളുപ്പും മാനുമില്ല ഈ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ഞാൻ ഇന്ന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ നമ്മുടെ അഞ്ജു പാർവതി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് അതായത് രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ ക്രിമിനലാണ്, ഏറ്റവും വലിയ എന്താ പറയാ സ്ത്രീ പീഡകനാണ്,
എന്ന തരത്തിലൊക്കെയാണല്ലോ ഈ ചാനലുകളൊക്കെ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അഞ്ജു പാർവതി പറയുന്നത് എന്താണെന്നറിയോ, ഈ രാഹുൽ മാങ്കുട്ടത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ മൊട്ട അരുണൊക്കെ ഉണ്ടല്ലോ, ഈ റിപ്പോർട്ടർ ചാനലിലെ മൊട്ട അരുണൊക്കെയാണ് ഒന്നാം നമ്പർ ക്രിമിനൽ ഈ രാഹുൽ മാങ്കുട്ടത്തിനെ അപേക്ഷിച്ച്. രാഹുൽ മാങ്കുട്ടൊക്കെ ചില ഈ സ്ത്രീകളെ കാണുമ്പോഴത്തേക്ക് അവിടെ തോണ്ടി ഇവിടെ തോണ്ടി, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഈ പഞ്ചാരടി പരിപാടികളും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇത് പണ്ട് മാലാപാർവതി പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മാലാപാർവതി പറഞ്ഞൊരു കാര്യമുണ്ടോ, അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഓർമ്മ ഉണ്ടാവണം, കാരണം അധിക കാലമായിട്ടില്ലല്ലോ. നമ്മളെ വിൻസി അലോഷ്യസ് ഒരു യുവ നടനെതിരെ, ആരാണ്, ഷൈൻ ടോമിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് താൻ ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇയാൾ പറഞ്ഞു ഞാനും കൂടെ വരാം, ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞുള്ള പരാതി. അതായത് ഇതൊക്കെയാണ് സ്ത്രീ പീഡനം. അതായത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ ഞാനും വരാം, ഞാൻ എന്നിട്ട് ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. നമ്മളെല്ലാവരെയും വളരെ പൊളിറ്റിക്കലി കറക്റ്റഡായി സദാചാരത്തിന്റെ എല്ലാവിധ എന്താ പറയാ സമവാക്യങ്ങളും പരിപാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സംശുദ്ധരായ ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല, ഓ ഭവതി പോയി ആ മുറിയിൽ പോയി ഡ്രസ്സ് ശരിയാക്കിക്കൊള്ളൂ, വാതിൽ നന്നായി അടച്ചിട്ടോളൂ എന്നൊന്നുമല്ല. സാധാരണ രീതിയിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ ഇടയിൽ അങ്ങനെ ഒരു കമാൻഡ് വന്നു കഴിഞ്ഞാൽ ഈ ഷൈൻ ടോം, പ്രത്യേകിച്ച് നമുക്കറിയാലോ ഷൈൻ ടോമിന്റെ ഡയലോഗുകളൊക്കെ, എന്നാ ഞാൻ ശരിയായി തരാം, അല്ലെങ്കിൽ ഞാനും വരാം എന്നൊക്കെ പറയുമ്പോൾ മാലാപാർവതി വളരെ കൃത്യമായി പറയുന്നുണ്ട്, ചി പോടാ എന്ന് പറയുന്ന ഒരു കാര്യമുള്ളൂ. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 സില്ലി ആയിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നീ പോടാ ഞാൻ ചെയ്തോളാം എന്ന് പറയേണ്ട ഒരു കാര്യമുള്ളൂ. എന്ന് പറഞ്ഞ ഇതിനൊക്കെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ സ്ത്രീകളായാലും പെൺകുട്ടികളായാലും അവർക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ചുവയാർന്ന അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ എടാ മോനെ നിർത്ത്, എനിക്ക് താല്പര്യമില്ല, ചി പോടാ, അല്ലെങ്കിൽ അതാണ്ട് ബ്ലോക്ക് ചെയ്യുക. ഇത്ര ചെയ്താൽ തന്നെ 99% കാര്യങ്ങളും തീർന്നു. അതല്ലാതെ നേരെ മറിച്ച് ഒരു നമ്മുടെ ഈ ട്രെയിനിൽ വെച്ചിട്ട് സൗമ്യയെ ഗോവിന്ദസ്വാമി ആക്രമിച്ച പോലെ ആക്രമിക്കുക എന്ന് പറഞ്ഞ ചില സൈക്കോപാത്തുകളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യങ്ങളല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതല്ലാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഈ ഞരമ്പ് രോഗികളുടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകളുടെ അടുത്ത് പുരുഷന്മാരിരുന്ന് യാത്ര ചെയ്യുന്ന സാധാരണ രീതിയിൽ നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികം ഉണ്ടാവാറില്ല. ബസ്സിലൊന്നും സ്ത്രീകളുടെ അടുത്ത് പുരുഷന്മാർ ഇരിക്കുന്ന ഒരു ശീലമല്ല. പക്ഷെ ഇരുന്നിരിക്കുമ്പോൾ ഒരു പുരുഷൻ തൊട്ടടുത്ത പെൺകുട്ടിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ തുടയുടെ മേലെ അല്ലെങ്കിൽ കാലിന്റെ മേലെ കൈ വെച്ചു, അതാണുള്ള ഒരു തുടക്കം. കൈ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഉടനെ തന്നെ അല്ലറി കരഞ്ഞ് ഇയാളെ മുഖത്തടിച്ച് പ്രശ്നമാക്കി ഇയാളുടെ കോടതിയിൽ പോയി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാൾക്കെതിരെ പരാതി കൊടുത്ത് അതിന് പകരം തന്നെ മേലെ കൈ വെച്ച് കഴിഞ്ഞാൽ ആ കൈ എടുത്തുകൊണ്ട് അയാളുടെ മടിയിലേക്ക് എന്നെ വെച്ച് ചേട്ടാ പ്ലീസ് എനിക്ക് താല്പര്യമില്ല, വേണ്ട, ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ 99% പ്രശ്നം ഇവിടെ തീർന്നേ. ഇതല്ലാതെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളൂ എന്നാണ്. ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത് ഈ ചാനലുകളൊക്കെ ഇപ്പൊ കാട്ടിക്കൊടുക്കുന്ന തോന്നിയാസം. ഇത് കമ്പയർ ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് വളരെ ചെറിയൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ക്രിമിനൽ ആക്ടിവിറ്റി അല്ല, ചെറിയൊരു ഞരമ്പ് രോഗത്തിന്റെ തകരാറാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയില്ല. ഇത് എല്ലാ തരത്തിലുള്ള മിക്കവാറും പുരുഷന്മാരൊക്കെ ചെയ്യുന്ന ഈ രീതിയിൽ സ്ത്രീകളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളായ അതാണ് വേറെ പ്രശ്നം. ഇത് അപരിചിതരായ സ്ത്രീകളോടല്ല. ഇവര് എന്താ പറയാ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ഇവര് പരസ്പരം ചാറ്റ് ചെയ്യുകയും പരസ്പരം കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത ആൾക്കാർക്കെതിരെയാണ് ഇങ്ങനെ ഒരു പരാതി പറയുന്നതാണ്. അതല്ലാതെ അപരിചിതയായ ഒരു സ്ത്രീയോട് കയറിങ്ങാണ്ട് ലൈംഗിക അതിക്രമം നടത്തുകയൊന്നുമല്ല ഇവിടെ. ഈ എന്താ പറയാ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടിയാവട്ടെ, അവന്തികയാവട്ടെ, ഇത്തരത്തിൽപ്പെട്ട പരാതി ഉന്നയിച്ച സ്ത്രീകളാവട്ടെ, മറ്റൊന്ന് ഈ എന്താ പറയാ ഒരു ഗർഭത്തിന്റെ സംഭാഷണം നമ്മൾ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കരയണോ ചിരിക്കണോ എന്ന് അറിയാത്തൊരവസ്ഥ വരും. ആ പെൺകുട്ടി ശരിക്കും രാഹുലിനോട് ആ രീതിയിലല്ല എന്താ പറയാ രോഷം പ്രകടിപ്പിക്കുന്നത്. ഇത് ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സംഭവിച്ച ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും ലൈംഗികമായി ബന്ധപ്പെടാനും അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇതൊക്കെ എവിടെയോ വെച്ചിട്ട് ഇവരുടെ ഈ ഒരു റിലേഷൻ പൊട്ടുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ തരത്തിലുള്ള ഒരു സ്ത്രീ പീഡനം എന്ന് പറയുന്നത്. അതായത് കോടതികൾ പോലും ഇപ്പം പറയുന്നുണ്ട്, കോടതികൾ പോലും ഈ വേടന്റെ കാര്യത്തിൽ പോലും, വേടൻ എന്ന് പറഞ്ഞ ചില്ലറക്കാരനല്ല നമുക്കൊക്കെ അറിയാം,
വേടന്റെ കാര്യത്തിൽ പോലും ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? കാരണം കൺസെന്റോട് കൂടിയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് ഇനി വിവാഹ വാഗ്ദാനം നൽകി ഇങ്ങനെ ചെയ്താൽ തന്നെ ഇത് ഈ പറയുന്ന പീഡനത്തിന്റെ പരിധിയിലൊന്നും വരില്ലെന്ന് കോടതികൾ പോലും പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. രാഷ്ട്രീയത്തിൽ എതിരാളിയെ എങ്ങനെയാണ് മറ്റേ ശ്രീനിവാസന്റെ സിനിമയിൽ സഖാവ് കുമാരപ്പിള്ള പറയുന്നുണ്ടല്ലോ, ഒരു യുവ നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവനെതിരെ ഒരു പെണ്ണ് കേസ് ഉണ്ടാക്കണമെന്നാ പറഞ്ഞത്. ഒരു പെണ്ണ് കേസ് ഉണ്ടാക്കുക. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു പെണ്ണ് കേസാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അഥവാ മറ്റു പാർട്ടികളാണെങ്കിൽ അങ്ങനെ മറ്റു പാർട്ടികൾ ഉണ്ടായ ഒരു പെണ്ണ് കേസ് ഇതിന് ആധാരമായ അല്ലെങ്കിൽ ഇതിന്റെ പശ്ചാത്തലമൊരുക്കിക്കൊണ്ടുള്ള കുറെ വിക്രികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഞാൻ ഈ അഞ്ജു പാർവതിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വയ്ക്കുന്നവരെ രസകരമായ ഒരു സംഭവമാണ്. ശരിക്കും ഇതാണ് സത്യം. അഞ്ജു പറയുന്നത് എന്താണെന്നറിയോ? വാസവദത്തയുടെ ചാരിത്ര്യ പ്രസംഗം എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. വാസവദത്തയുടെ ചാരിത്ര്യ പ്രസംഗം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മരമുറി ചാനൽ കഴിഞ്ഞ 3 ദിവസമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവിഹിത എഞ്ചിനിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. കുറെ വോയിസ് ക്ലിപ്പുകളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും എടുത്ത് വീശി അവർ സ്ത്രീ സുരക്ഷയുടെ സൈറൺ മുഴക്കുന്നു. ബ്ലോക്ക് ബട്ടൺ ഓപ്ഷൻ എന്തെന്നറിയാത്ത ഏതൊക്കെയോ കുറെ സ്ത്രീകളുടെ മാനാഭിമാനങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നു. അതിന് എന്ത് ധാർമ്മികതയാണ് ഈ ചാനലിൽ ഉള്ളത് എന്നാണ് അഞ്ജു ചോദിക്കുന്നത്. ഈ റിപ്പോർട്ടർ ചാനലിന് എന്ത് ധാർമ്മികതയാണ് ഇതൊക്കെ പറയാൻ വേണ്ടി? അതായത് ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം ഇതാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണില് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ഗാഡ്ജറ്റില് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോൾ, ഇഷ്ടമില്ലാത്ത ഒരു ചാറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. ആ നിമിഷം ബ്ലോക്ക് ചെയ്യാം. തീർന്നു. പിന്നെ ഇടപാടില്ല. നിങ്ങൾ പിന്നെയും തുറന്നു വെച്ചിട്ട് ഈ മനുഷ്യനെ കൊണ്ട് കാര്യങ്ങളൊക്കെ പറയിപ്പിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കൊടുത്ത് എന്താ പറയാ ഈ പൊതു സമക്ഷത്തിൽ ഇങ്ങനെ കാണിക്കുക. ഈ റിപ്പോർട്ടർ ചാനൽ പോലുള്ള കുറെ ചാനലുകാർ ഇതിങ്ങനെ എടുത്ത് വീശുക. ഇതിനെതിരെയാണ് അഞ്ജു പാർവതി രോഷം കൊള്ളുന്നത്. ഈ റിപ്പോർട്ടർ ചാനലിന് ഇതൊക്കെ പറയാൻ എന്ത് ധാർമ്മിക? എന്താ പറയാ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൈവിരൽ ചൂണ്ടാൻ റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറായ അല്ലെങ്കിൽ ഒരു ആങ്കറായ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകർ പറയുന്ന അറപ്പാണ് എനിക്ക്. ആ മൊട്ട അരുൺ എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കുന്ന ആ വ്യക്തി എത്രമാത്രം അധമനാണ് എന്ന് അഞ്ജു പാർവതി പറയുകയാണ് കേട്ടോ. കേവലം 6 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന വണ്ടിപ്പെരിയാറിലെ പൊടിക്കുഞ്ഞ് തൂങ്ങി നിന്നാടിയത് ഒരു കാമപിശാചിന്റെ മനോവൈകൃതം കൊണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ, വണ്ടിപ്പെരിയാറിൽ ഒരു 6 വയസ്സുകാരിയെ പിച്ചി ചീന്തിയ ഒരു കസ്മലൻ, ഒരു സഖാവാണ്. അയാളെ കോടതി വെറുതെ വിടുകയൊക്കെ ചെയ്തിരുന്നു. 3 വയസ്സ് മുതൽ ബിസ്ക്കറ്റ് കൊടുത്ത് ആ പൊടിക്കുഞ്ഞിനെ വശത്താക്കി അതിന്റെ ഇളംമേനി കൊത്തിപ്പറിച്ച കഴുകൻ അർജുൻ എന്നായിരുന്നു അവന്റെ പേര്. അർജുൻ ഒടുക്കം അതിനെ കൊന്നു കെട്ടിത്തൂക്കി. അർജുൻ എന്ന റീസൈക്കിൾ കേരളയുടെ ഭാഗമായ സഖാവിനെ ആരും മറന്നിട്ടില്ല. അർജുൻ എന്ന് പറയുന്ന ആ സഖാവിനെ ആരും മറന്നിട്ടില്ല. രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് ഒടുക്കം കൃത്യമായ തെളിവുകൾ നിരത്താതെ വെറും പേരിന് മാത്രമുള്ള ഒരു പോക്സോ കേസായി അത് കോടതി മുമ്പിൽ എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അർജുനെ വെറുതെ വിടാൻ ഇടയാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ കൃത്യമായ അലംഭാവമായിരുന്നു. ഒടുക്കം ഡിസംബർ 2023 അവനെ കോടതി വെറുതെ വിട്ടു. ഇപ്പോൾ വീണ്ടും ആ കേസ് ഓപ്പൺ ചെയ്തു എന്നറിയുന്നു. അതോടെ നിൽക്കട്ടെ. ആദ്യമായി ഒരു ബാലപീഡകനെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ എടുപ്പിക്കാൻ, അവന് വെളുപ്പിക്കാൻ തക്ക തൊലിക്കട്ടി ഒരു ചാനലിനും ഒരു ജേർണലിസ്റ്റിനും ഉണ്ടായതിന്റെ ചിത്രമാണ് മുകളിൽ. അതായത് അഞ്ജു പാർവതി ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടക്കത്തിൽ. ആ ചിത്രം എന്ന് പറയുന്നത് ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ ഈ അധമൻ ഈ വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയ ആ ക്രിമിനലിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം. ഒരുപക്ഷെ മലയാള പത്രപ്രവർത്തക പാരമ്പര്യത്തിൽ, മലയാളത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ജേർണലിസ്റ്റ് പാരമ്പര്യത്തിലെ ഏറ്റവും അപലപനീയമായ, ഏറ്റവും ലജ്ജാകരമായ ഒരു ദൃശ്യമായിരുന്നു അത്. ഈ ഒരു കാമപിശാചിനെ കൊണ്ട് നിർത്തിയിട്ട് അവനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്, അവനെ വെള്ളപൂശുകയാണ്. ഗോവിന്ദസ്വാമിയെ കിട്ടാത്തത് കൊണ്ടായിരിക്കും അരുണ് ആ ഒരു അല്ലെങ്കിൽ ഗോവിന്ദസ്വാമിയെയും കൊണ്ടിരുത്തി അരുൺ പറയിപ്പിക്കും. സൗമ്യയെ ഞാൻ ഒരു മകളോടുള്ള വാത്സല്യം കൊണ്ട് ഞാൻ അവളെ ഇങ്ങനെ വാരിപ്പുണർന്നതായിരുന്നു, അപ്പോൾ ആ പെൺകുട്ടി മരിച്ചുപോയി എന്നൊക്കെ ആയിരിക്കും ഗോവിന്ദസ്വാമി പറയുക. അതും അരുൺ പറയിപ്പിക്കും കേട്ടോ. അപ്പോൾ ഈ അരുൺ അങ്ങനെ ചെയ്തു. പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുത്തന്നെ ഇന്റർവ്യൂ എടുക്കാൻ ഉളുപ്പ് തോന്നാത്ത ചാനലാണ് ഇപ്പോൾ കുറച്ച് വോയിസ് ക്ലിപ്പ് എടുത്ത് വീശി സദാചാരത്തിന്റെ സ്റ്റഡി ക്ലാസ് നടത്തുന്നത്. എന്ന് പറഞ്ഞ് തുപ്പുകയാണ് അഞ്ജു പാർവതി പ്രബീഷ്. ആ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റോറിയൽ ഡെസ്കിലേക്കാണ്, ഈ മൊട്ട അരുണിന്റെ മുഖത്തേക്കാണ് ഈ അഞ്ജു പാർവതി തുപ്പുന്നത് കേട്ടോ.
എന്നിട്ട് അഞ്ജു പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുകയാണ് ഇങ്ങനെ: രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ നികൃഷ്ടമല്ല. ഏറ്റവും എന്താ പറയാ ആപ്റ്റായ പദപ്രയോഗമാണ് അഞ്ജു പാർവതി നടത്തിയത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം, ഇതിന് പറയാ കോഴിത്തരം എന്നാണ്. ഇമ്മതിൽ ഒരുപാട് കോഴികൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ നികൃഷ്ടമല്ല. മൊട്ടാരും ചെയ്തതുപോലെ കൊലയാളിയെ കൊണ്ടിരുത്തിട്ട്, ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തിയ കൊലയാളിയെ മുന്നിൽ കൊണ്ടിരുത്തി വെള്ള പൂശുക എന്ന് പറയുന്ന ഏറ്റവും നികൃഷ്ടമായ പരിപാടി എന്തായാലും രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല. അയാൾ ആരുടെ വീട്ടിലും കടന്നു ചെന്ന് റേപ്പ് ചെയ്തിട്ടില്ല. മനസ്സിലാക്കണം മൊട്ടാരുണെ, മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെ റിനി ആൻഡ് ജോർജിന്റെ വീട്ടിലും അല്ലെങ്കിൽ ഈ പറയുന്ന അവന്തികയുടെ വീട്ടിലോ അല്ലെങ്കിൽ ഈ ഹണി ഭാസ്കറിന്റെ വീട്ടിലോ കടന്നു ചെന്നിട്ട് ബലാത്സംഗം ചെയ്തിട്ടില്ല. ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയിട്ടില്ല. പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ വേട്ടയാടിയിട്ടില്ല. ഒരു ചൂണ്ടയിട്ട് നോക്കി. ഇതാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത്. ഒരു ചൂണ്ടയിട്ട് നോക്കി. ഇവിടെ പലരും ചൂണ്ടയുമായി നടക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. ചൂണ്ടയിൽ കൊത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം. ചൂണ്ടയിട്ട് നോക്കി, അതിൽ ആരെങ്കിലും കൊത്തിയാൽ കിട്ടി, അല്ലെങ്കിൽ ചട്ടി എന്ന രീതിയിലാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടം. അങ്ങനെയാണ് ചെയ്തത്. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഫുൾ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഇവിടെ ഈ കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമക്കാരും സാംസ്കാരിക നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ഒരു പുരുഷ വർഗം സാധാരണ ചെയ്യാറുള്ളത് പോലെ ഒരു ചൂണ്ടയുമായി നടന്നു. ചൂണ്ടയിൽ കൊത്തിയാ കൊത്തിയില്ലെങ്കിൽ ചട്ടി എന്ന രീതിയിൽ നടന്നു. അവസാനം കുറെ ആൾക്കാർക്ക് കൊത്തി. ഇതാണ് ഇപ്പൊ സംഭവിച്ചത്. കൊത്തിയാൽ കിട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന രീതിയാണ് ചെയ്തത്. പെണ്ണ് തന്നെ വേണ്ട വിധം കൈകാര്യം ചെയ്താൽ തീരുന്ന ടൈപ്പ് ഞരമ്പിസം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഇതാണ്. പെണ്ണ് തന്നെ വേണ്ട വിധം കൈകാര്യം ചെയ്താൽ തീരാവുന്നതേയുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കോഴിപ്പരിപാടി അല്ലെങ്കിൽ ഈ ചൂണ്ടൽ പരിപാടി. ഈ പറയുന്ന റിനി ആണെങ്കിലും ഈ പറയുന്ന അവന്തികയാണെങ്കിലും ഹണി ഭാസ്കരൻ പറയുന്ന മറ്റു പെൺകുട്ടികളാണെങ്കിലും ഈ ആനി ജോർജ് പറഞ്ഞു ഡൽഹിയിൽ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഷമാ മോദ് പറഞ്ഞു ഇങ്ങനെ വേറെ കുറെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇയാളൊരു എന്താ പറയാ അമാനുഷ്യനായ മനുഷ്യൻ എന്നൊക്കെ പറയുന്ന മാതിരി ഈ നാട്ടിലെ മുഴുവൻ പെൺകുട്ടികളെയും ഇയാളിങ്ങനെ ഈ വശീകരിച്ചുകൊണ്ട് ചൂണ്ടയിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് തന്നെ വളരെ നിഷ്പ്രയാസം നിർത്താവുന്ന അല്ലെങ്കിൽ അവസാനിപ്പിക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് വേണ്ട രീതിയിൽ വേണ്ട വിധം കൈകാര്യം ചെയ്താൽ തീരുന്ന ടൈപ്പ് ഞരമ്പിസം. അതിന് അയാൾ സ്വന്തം പ്രസ്ഥാനം, പദവി എന്നിവ കരുവാക്കി എന്നത് തെറ്റ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ഈ കോഴിപ്പരിപാടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ചൂണ്ട ഇട്ട് നടക്കുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് അയാൾ തന്റെ പ്രസ്ഥാനത്തെയും തന്റെ പദവിയെയും ദുരുപയോഗപ്പെടുത്തി എന്നത് തെറ്റ്. അത് തെറ്റാണ്. 18 വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും ഉഭയകക്ഷി സമ്മതത്തോടെ ബന്ധപ്പെടാൻ റൈറ്റ് ഉണ്ടെന്നിരിക്കെ അയാളും മറ്റൊരു സ്ത്രീയും തമ്മിലുണ്ടായ ലൈംഗിക ബന്ധത്തെ ഇനി ഒരുപാട് സ്ത്രീകളുമായി അയാൾ ബന്ധപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അതൊക്കെ ബലാത്സംഗമാണെങ്കിൽ അല്ലേ ക്രൈം ആകുന്നുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടവും 18 വയസ്സ് കഴിഞ്ഞ ഈ ഇരകൾ എന്നുള്ള രീതിയിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും ഇവരെ രാഹുൽ ബലാത്സംഗം ചെയ്തെങ്കിൽ മാത്രമല്ലേ അതൊരു ക്രൈം ആവുന്നുള്ളൂ. ഇവര് പരസ്പരം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നതിലൊരു കാര്യമില്ല. അതിലേക്കൊന്നും കടന്നിട്ടില്ല. അതിലേക്കൊന്നും കടന്നിട്ടില്ല. അതല്ലാത്ത രീതിയിലുള്ള ഈ ചൂണ്ടയുമായി നടക്കുന്ന പരിപാടിയേ നടന്നിട്ടുള്ളൂ. പിന്നെ ഗർഭഛിദ്രം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലപ്പുറത്തെ വശത്ത് നിന്ന് ശബ്ദ സാന്നിധ്യമല്ലാത്ത ബോഡി പ്രസൻസ് ഇല്ലെന്നിരിക്കെ അവർ നിയമപരമായി മുന്നോട്ട് പോകാതിരിക്കുവോളം അത് അവർ രണ്ടുപേരുടെ മാത്രം സ്വകാര്യതയല്ലേ. ഈ പറയുന്ന പെൺകുട്ടി ഗർഭിണിയാണ്, താൻ ഗർഭിണിയായി ഇനി എന്താ ചെയ്യാ എന്നൊക്കെ ചോദിക്കുന്ന പെൺകുട്ടിയും രാഹുലും തമ്മിലുള്ള ആ സംഭാഷണം, ഈ പെൺകുട്ടി ആരാണ് എന്താണെന്ന് അറിയാത്തോടത്തോളം കാലം രണ്ടുപേര് തമ്മിലുള്ള അവരുടെ വ്യക്തിപരമായ അവരുടെ സംഭാഷണങ്ങൾ മാത്രമാണ്. അതിൽ പൊതുസമൂഹത്തിന് ഒരു കാര്യവുമില്ല. ഈ പെൺകുട്ടി അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വന്നതെന്ന് പറയണം, എന്നെ ഇതാ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി എന്ന് പറയണം. അല്ലാതെ എന്താ പറയാ പരസ്പര സമ്മതത്തോടെ പരസ്പര ഇഷ്ടത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭിണിയായ ശേഷം ഈ രീതിയിലുള്ള ഒരു വൻ ക്രൈം ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല. ഇതാണ് വാസ്തവം. അത് രണ്ടുപേരുടെ മാത്രം സ്വകാര്യതയല്ലേ.
സോഷ്യൽ മീഡിയയിലാവട്ടെ മൊബൈലിലാവട്ടെ അനാവശ്യ ചാറ്റും കോളുകളും തടയാൻ ഫോണിൽ തന്നെ സംവിധാനം. അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഒക്കെ ഫോണില് അനാവശ്യ കോളുകളും അനാവശ്യ ചാറ്റുകളും ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. എന്നിട്ടും ഉപയോഗിച്ചില്ല എന്ന് വരുമ്പോൾ പുരുഷൻ മാത്രം വില്ലനാവുമോ? ഇതൊന്നും ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ പുരുഷൻ മാത്രം വില്ലൻ എങ്ങനെയാവുക? ചോദിക്കുന്ന അഞ്ജു പാർവതി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റാണ് ചോദിക്കുന്നത്. എങ്ങനെ പുരുഷൻ മാത്രം? ഇത് സാധാരണ രാഹുൽ ഈശ്വറൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. കാരണം ഈ സ്ത്രീകളെ മാത്രം ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുറ്റം പറയുമ്പോ ഈ പുരുഷന് മാത്രം നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ കുരിശിലേറ്റുക എന്ന് രാഹുൽ ഈശ്വർ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഏതാണ്ട് ആ രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയാണ് അഞ്ജു പാർവതിയും ഉയർത്തുന്നത്. എന്നിട്ടും ഉപയോഗിച്ചില്ലെന്ന് വരുമ്പോൾ പുരുഷൻ മാത്രം വില്ലനാവുമോ? അത് മാത്രമല്ല, രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് പ്രണയമോ സൗഹൃദമോ എന്തോ ആവട്ടെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് പ്രണയമാവാം, സൗഹൃദമാകാം, അതല്ലെങ്കിൽ പരസ്പര ഈ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ബന്ധമാവാം. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ അംഗീകരിച്ച ബന്ധങ്ങളാണ്, റിലേഷൻസ് ആണ്. അങ്ങനെ എന്തോ ആവട്ടെ, അതിൽ വിശ്വാസവഞ്ചന നടത്തി എന്നതിന്റെ തെളിവാണല്ലോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടൽ. ഇതിൽ വിശ്വാസവഞ്ചന നടത്തി എന്നാണ് ഈ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടൽ. അപ്പോൾ അതിൽ എന്ത് ധാർമ്മിക ശുദ്ധിയാണുള്ളത്? ഇവരൊക്കെ ചെയ്തതിൽ എന്ത് ധാർമ്മിക ശുദ്ധിയാണുള്ളത് എന്ന് അഞ്ജു ചോദിക്കുന്നു. ഇത് ഒരുത്തനെയും വെളുപ്പിക്കാനുള്ള പോസ്റ്റ് അല്ല. ഇപ്പൊ ദയവായി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അഞ്ജു പാർവതി എഴുതിയ പോസ്റ്റ് ആവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളാവട്ടെ, ഇതൊരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിക്കാനുള്ളതല്ല. കുറെ സത്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതെല്ലാം പാടെ കേട്ടാ വിചാരിക്കും കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടമാണ് ഏറ്റവും വലിയ ഒരു റേപ്പിസ്റ്റ് എന്നോ അല്ലെങ്കിൽ സ്ത്രീ പീഡകൻ എന്നോ ഒക്കെയാണ് നമുക്ക് തോന്നുക. രാഹുൽ മാങ്കൂട്ടം ഈ നാട്ടിൽ ഒരുപാട് കോഴികളുള്ള കൂടെ അയാൾ ഒരു കോഴിയാണ്. കുറെ ആൾക്കാർ ഈ ചൂണ്ടൽ കൊണ്ട് നടക്കുന്ന പോലെ അയാൾ ഒരു ചൂണ്ടലും കൊണ്ട് നടന്നു. കുറെ ആൾക്കാർ കൊത്തി, കുറെ ആൾക്കാർ കൊത്തിയില്ല, അത്രയേ ഉള്ളൂ. ഇത് ഒരുത്തനെയും വെളുപ്പിക്കാനുള്ള പോസ്റ്റ് അല്ല. തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കണം, കുടിക്കട്ടെ ലിറ്റർ കണക്കിന്. അത് കേവലം ഒരുത്തൻ മാത്രമല്ല, കുടിക്കുമ്പോൾ എല്ലാവരും കുടിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് രാഹുൽ മാങ്കൂട്ടം മാത്രം വെള്ളം കുടിച്ചാൽ മതി എന്ന് പറയുന്നത് അത് ശരിയല്ല. ഇപ്പൊ ഗോവിന്ദ മാഷും ഈ പറയുന്ന SFIയിലെ കുട്ടികളും DYFIക്കാരും എല്ലാരും പറയുന്ന പോലെ രാഹുൽ എന്നല്ല പറയേണ്ടത്. ആരൊക്കെ ഇമ്മാതിരി തെമ്മാടിത്തോടെ കളിച്ചിട്ടുണ്ടോ ഇവരെല്ലാവരും, മുകേഷ് ആവട്ടെ, ശ്രീരാമകൃഷ്ണൻ ആവട്ടെ, ഐസക് ആവട്ടെ, പിന്നെ ആരാണ് കടകംപള്ളി സുരേന്ദ്രൻ ആവട്ടെ, മറ്റേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ P ശശി ആവട്ടെ, മറ്റേ PK ശശി ആവട്ടെ, അങ്ങേ പുറത്തെ മുലപ്പാലിന് വേണ്ടിയിട്ട് ദാഹിച്ചു നടന്ന രവീന്ദ്രൻ ആവട്ടെ, ഇമ്മാതിരി ആൾക്കാർ മുഴുവൻ എല്ലാവരെയും നിരത്തി നിർത്തി അതിനുള്ള ചങ്കൂറ്റമുണ്ടോ? അതിനുള്ള ധൈര്യമുണ്ടോ ഇവിടുത്തെ മാപ്രകൾക്ക്, ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക്, ഈ മൊട്ടരുണിനൊക്കെ? ഈ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന പോലെ മുകേഷിനെതിരെ, P ശശിക്കെതിരെ, PK ശശിക്കെതിരെ മിണ്ടാൻ ധൈര്യമുണ്ടോ അരുണെ? കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് കൊച്ചു പിള്ളേരെ നോക്കി വെള്ളം ഇറക്കിയവനും ആ കൊതി കണ്ട് സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ആവേശം പകർന്നവനും ഒക്കെ തമ്മാടികൾ തന്നെയാണ്. മാധ്യമപ്രവർത്തകർ ഓർക്കണം നിങ്ങൾ ചെയ്ത കുറെ തെണ്ടിത്തരങ്ങൾ. സ്വന്തം ഉമ്മറത്ത് കിടക്കുന്ന അപ്പിയിൽ ചവിട്ടാതെ അപ്പുറത്ത് പറമ്പിൽ കിടക്കുന്ന കാക്കക്കാട്ടം കണ്ടിട്ട് അത് അയ്യേ എന്ന് വിളിക്കുന്ന ഓരോരുത്തന്മാരോടും പുച്ഛം മാത്രം. ഒരു തവണ കൂടി ആ അവസാന സെന്റൻസ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അഞ്ജു പാർവതി പ്രഭീഷിന് കടപ്പാട് അറിയിച്ചുകൊണ്ട് ആ വാചകം ഇങ്ങനെയാണ്: സ്വന്തം ഉമ്മറത്ത് കിടക്കുന്ന അപ്പിയിൽ ചവിട്ടാതെ അപ്പുറത്തെ പറമ്പിൽ കിടക്കുന്ന കാക്കക്കാട്ടം കണ്ട് അയ്യേ എന്ന് വിളിക്കുന്ന ഓരോരുത്തന്മാരോടും പുച്ഛം മാത്രം. ഇമ്മാതിരി റിപ്പോർട്ടർ ചാനല്, ഏഷ്യാനെറ്റ് ചാനല്, മാതൃഭൂമി, മനോരമ, 24 തുടങ്ങിയ ചാനലുകളിലെ മാധ്യമ പ്രവർത്തകരോട് പുച്ഛം മാത്രം. ഇതാണ് സംഭവിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇതുവരെ രാജി വെച്ചിട്ടില്ല. അടുത്ത ഏതാനും മണിക്കൂറുകൾക്ക് അകം ചിലപ്പോൾ രാജി വെച്ചേക്കാം. മിക്കവാറും വെക്കാനാണ് സാധ്യത. കാരണം ആ രീതിയിലാണ് കോൺഗ്രസിനുള്ളിലെ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. രാജി വെക്കുന്നതോടുകൂടി സതീശൻ വിചാരിക്കും, VD സതീശൻ വിചാരിക്കും, രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജി വെപ്പിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് കംപ്ലീറ്റ് ശുദ്ധിയായി, കോൺഗ്രസ്സുകാർക്ക് ഞെളിഞ്ഞു നടക്കാന്നൊക്കെ ആയിരിക്കും വിചാരിക്കുക. പക്ഷെ മോനെ, CPM ആണ് അപ്പുറത്ത്. നിങ്ങൾ ഇനി ഏത് ഗംഗാ ജലത്തിൽ പോയിട്ട് 10,000 വട്ടം മുങ്ങിയാലും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPMന്റെ പ്രധാന ആരോപണം നിങ്ങൾ പെണ്ണുപിടിയന്മാർ എന്നുള്ളത് തന്നെയായിരിക്കും.
BJP ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. BJP നേരിട്ട് എങ്ങോട്ടാന്ന് പറയും. ഏറ്റവും പുതിയ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് BJPക്കാര് രാഹുലും എന്ന പേരിൽ ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത്ര. അതായത് നമ്മുടെ ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയും രാഹുൽ മാങ്കൂട്ടവും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്ന പടമിട്ടിട്ട് ഇതാ കേരളത്തിലെ രാഹുൽ എന്ന് പേരായ ഒരു സ്ത്രീ പീഡകൻ, കേരളത്തിലെ രാഹുൽ എന്ന് പേരായ സ്ത്രീ പീഡകനും ഡൽഹിയിലെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എല്ലാമായ രാഹുലും നേർക്കുനേർ, രാഹുലും ആ രീതിയിൽ BJPയും അവരുടെ എല്ലാവിധ ഈ രീതിയിലുള്ള അസ്ത്രങ്ങളും പ്രയോഗിക്കുകയാണ് വരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് 8-9 മാസങ്ങൾക്കകം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ശക്തമായ ത്രികോണ മത്സരം വരും. UDF ആകെ മൂട് കീറിയിരിക്കുകയാണ്. ഇവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല. CPM-ന്റെ കാര്യം നേരത്തെ അറിയാലോ, ഭരണവിരുദ്ധ വികാരത്തിന്റെ അങ്ങേത്തലയിൽ. കാരണം ശിവൻകുട്ടി ആവട്ടെ, വീണ ജോർജ് ആവട്ടെ, മറ്റേ മോള് വീണയാവട്ടെ, മാസപ്പടി ആവട്ടെ, നിരവധിയായ പ്രശ്നങ്ങൾ CPM-നെ കാത്തിരിക്കുന്നു. വളരെ കൃത്യമായി അമിത്ഷാ പറഞ്ഞ പോലെ 2026-ൽ BJP ഭരണം പിടിക്കും എന്ന് പറഞ്ഞ അമിത്ഷായുടെ വാക്കുകൾ അങ്ങനെ പിണറായി വിജയന് അതൊരു സ്വപ്നം മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.